Okay guys, we will start with a new chapter, that is chapter 5, magnetism and matter. So but before that, a small portion was left off from the previous chapter, which is current sensitivity and voltage sensitivity of a moving coil galvanometer. I sent you guys a video link or video as it is, I think, from YouTube, right, which depicted how a moving coil galvanometer functions. Now there are two terms which I don't think has been shown in that video, but that has been mentioned in your NCERT textbook, which is current sensitivity and voltage sensitivity, and there is a small equation related to that. First is current sensitivity. I hope you remember how a moving coil galvanometer functions, right? When a coil, that is a square or a rectangle, is present inside a magnetic field, which is a permanent magnet in the case of moving coil galvanometer. So once the current is flowing through that coil, it rotates, right? That rotation is forwarded to the pointer of the galvanometer. So as the rotation of the coil increases, that much deflection in the case of pointer, right? So there is a deflection. So there is a deflection means there is an angle of deflection, right? How it is deflecting? It is due to the spring motion, right? Spring is twisted. So whenever the current is, say, when the current is flowing, let's say the spring has been twisted in the forward direction, അല്ലേ? അപ്പോൾ ഫോർവേഡ് ഡയറക്ഷനിലേക്ക് ഈ സ്പ്രിങ് ട്വിസ്റ്റ് ആയെന്ന് വിചാരിക്കുക. അപ്പോൾ കറണ്ട് നിന്ന് കഴിഞ്ഞാൽ ആ സ്പ്രിങ് എന്തായിരിക്കും? റീട്രേസ് ചെയ്യും, അല്ലേ? പഴയ രൂപത്തിലേക്ക് തിരിച്ചു പോകും. ഇലാസ്റ്റിസിറ്റി പ്രോപ്പർട്ടി, റൈറ്റ്? അപ്പോൾ സ്പ്രിങ് അതിൻ്റെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് റീസെറ്റ് ആവുകയാണെന്ന് ഞാൻ പറയും, അല്ലേ? അപ്പോൾ റീസെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഈ റീസെറ്റ് ആവുന്ന ടോർക്കും ഇനീഷ്യൽ ടോർക്ക്, കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടുള്ള ടോർക്കും എന്തായിരിക്കണം? തുല്യമായിരിക്കണം, അല്ലേ? ഓക്കെ, ഇപ്പോൾ ഇതാണ് എൻ്റെ സാധാരണ പോയിൻ്റർ എന്ന് വിചാരിക്കാം. അത് സീറോയിലായിരുന്നു. കറണ്ട് വന്നു, ടോർക്ക് വന്നു, കോയിലിന് പോയിൻ്റർ ഇവിടെ വരെ നീങ്ങി. കറണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചത് പോയിൻ്റർ സീറോയിലേക്ക് മൂവ് ചെയ്യണം, അല്ലേ? അപ്പോൾ അതെന്തുകൊണ്ടാണ് ഉണ്ടായത്? സ്പ്രിങ് ആദ്യം നന്നായി ട്വിസ്റ്റ് ചെയ്തു, തിരിച്ച് അതേമാതിരി ബാക്കിലേക്ക് ട്വിസ്റ്റ് ചെയ്തു, റൈറ്റ്? സോ ഐ വിൽ സേ ടോർക്ക് which is inside or which is generated due to the current is equal to the torque of resetting, and the resetting torque എന്ന് പറയും. ഇനി കുറച്ച് പാരാമീറ്റേഴ്സ് അറിഞ്ഞിരിക്കണം. ദാറ്റ് ഇസ് ഫൈ എന്ന് പറഞ്ഞിട്ടൊരു പാരാമീറ്റർ. ഫൈ ഈസ് ദ ആംഗുലാർ ഡിഫ്ലക്ഷൻ ഓഫ് ദ സ്പ്രിങ്. അതായത് ഒരു സ്പ്രിങ് കറണ്ട് കാരണം എത്രത്തോളം ഡിഫ്ലക്റ്റ് ചെയ്യും, അതിൻ്റെ ആംഗിൾ, അതിൻ്റെ ഫ്രോം ദ ഒറിജിൻ, റൈറ്റ്? അപ്പോൾ പറയുന്നത് എത്രത്തോളം ഈ ഫ്ലക്സും എന്താണ്, അല്ലെങ്കിൽ ആംഗുലർ ഡിഫ്ലക്ഷൻ എന്തിന് തുല്യമാണ്? ടോർക്കിന് പ്രൊപ്പോർഷണലാണ്, അല്ലേ? ടോർക്ക് എത്രത്തോളം കൂടുന്നു അത്രത്തോളം ഡിഫ്ലക്ഷൻ കൂടും, അല്ലേ? അപ്പോൾ ഞാനതിനെ പ്രൊപ്പോർഷണൽ കളയാൻ വേണ്ടി ഐ ഇൻഡ്യൂസ്ഡ് എ ടേം ദാറ്റ് ഇസ് കെ, സോ ദാറ്റ് ദ കെ ആൽഫ ഇസ് ഈക്വൽ ടു ടോർക്ക്. ടോർക്കിൻ്റെ ഇക്വേഷൻ നമ്മൾ കുറച്ച് പഠിച്ചൂല്ലേ? എം ക്രോസ് ബി എന്ന്. എമ്മിന് നമുക്ക് എന്തെഴുതാം? എൻ ഐ എ ബി, അല്ലേ? അപ്പോൾ എനിക്ക് എന്തെഴുതാം? കെ ഫൈ ഇസ് ഈക്വൽ ടു എൻ ഐ എ ബി, ഓർ ഐ ക്യാൻ റൈറ്റ് ഫൈ ഇസ് ഈക്വൽ ടു എൻ ഐ എ ബി ഡിവൈഡഡ് ബൈ കെ, റൈറ്റ്? ഇതിലെല്ലാതും ഓക്കെ, എൻ കോൺസ്റ്റൻ്റ് ആണ്, എ കോൺസ്റ്റൻ്റ് ആണ്, ബി കോൺസ്റ്റൻ്റ് ആണ്, അല്ലേ? അപ്പോൾ ഐനനുസരിച്ചായിരിക്കും ഡിഫ്ലക്ഷൻ പോവുക, അല്ലേ? ഡിഫ്ലക്ഷൻ ഓഫ് ദ സ്പ്രിങ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ എന്നുള്ള സെക്ഷനും വരും. ക്ലിയർ ആവുണ്ട് വിചാരിക്കുന്നത്. ഇനി എന്താണ് ഈ കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ? ഇനി അതായത് അത് ഈ ക്വസ്റ്റനിൽ നിന്നാണ് കേട്ടോ. ഈ ഫൈ ബൈ ഐ എന്ന് പറഞ്ഞാൽ എന്താ വരിക? എൻ എ ബി ബൈ കെ. അപ്പോൾ ഈ ഫൈ ബൈ ഐ എന്ന് പറയുന്നത് കറണ്ട് സെൻസിറ്റിവിറ്റി, അതായത് എമൗണ്ട് ഓഫ് ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറണ്ട്. ഒരു യൂണിറ്റ് കറണ്ട് വരുമ്പോൾ എത്രത്തോളം പോയിൻ്റർ ഡിഫ്ലക്റ്റ് ചെയ്യണം, അതിനാണ് കറണ്ട് സെൻസിറ്റിവിറ്റി. ചെറിയ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഡിഫ്ലക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നല്ല കറണ്ട് സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഗാൽവനോമീറ്ററാണ് നമ്മുടെ കയ്യിലുള്ളതെന്നാണ്. ക്ലിയർ ആവുന്നതിന്. ഇനി അതേമാതിരി വി ആർ ഗോയിങ് ഫോർ വാട്ട്? വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഒന്നുകൂടി ശ്രദ്ധിക്കുക എങ്ങനെയാണ്. അത് ഈ ഇക്വേഷനിൽ തന്നെ ജനറേറ്റ് ചെയ്ത ഇതിൽ നിന്ന്. ഓക്കെ, ഈ ഫൈ ഇസ് ഈക്വൽ ടു ഐന് എനിക്ക് എന്തെന്ന് എഴുതാം? വി ബൈ ആർ എന്ന് എഴുതാമല്ലോ. വി ബൈ ആർ എന്ന് എഴുതാം. എ ബി കെ, അല്ലേ? വി ബൈ ആർ ഐൻ്റെ റീപ്ലേസ്മെൻറ്റ്. ഈ വി താഴേക്ക് കൊണ്ടുവന്നത് എന്ത് വരും? ഫൈ ഡിവൈഡഡ് ബൈ വി ഇസ് ഈക്വൽ ടു എൻ എ ബി ബൈ കെ. ദിസ് ഈസ് നോൺ ആസ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. അതായത് ചെറിയ എത്ര വോൾട്ടേജ് വന്നതിൽ എത്രത്തോളം ഡിഫ്ലക്ഷൻ വരുന്നത്, ദാറ്റ് ഈസ് നോൺ ആസ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. ക്ലിയർ? ഈ രണ്ട് ടേംസാണ് ഞാൻ മിസ് ഔട്ട് ചെയ്തിരുന്ന പ്രീവിയസ് ചാപ്റ്ററിൽ നിന്ന്. പ്ലീസ് ലേൺ ഇറ്റ്. ക്ലിയർ?
ഓക്കെ ഗൈസ്, കറണ്ട് സെൻസിറ്റിവിറ്റീൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് 2 പ്രോബ്ലംസ് കൂടി ചെയ്യാം. ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് അധികം പ്രോബ്ലംസ് വരാറില്ല. എന്നാലും NCERT നിങ്ങൾക്ക് ബാക്ക് സൈഡിൽ കുറച്ച് 2 ക്വസ്റ്റ്യൻസ് അങ്ങോട്ടുണ്ട്. കറണ്ട് സെൻസിറ്റിവിറ്റി ആൻഡ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ്. പ്ലീസ് ട്രൈ ടു ഡു ഇറ്റ്. എനിവേസ്, അതേമാതിരി നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഈ ക്ലാസ്സിൽ അതായത് ഈ വീഡിയോൻ്റെ കീഴിൽ താഴെ I will post the videos or for NCERT solutions എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ അയച്ചുതരാം. ഇഫ് യു വാണ്ട് യു ക്യാൻ വാച്ച്, ഓർ ഇഫ് യു ഗൈസ് ഹാവ് ഗൈഡ്സ് ഓർ സംതിങ് എൽസ് റെഫറൻസ് ബുക്സ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ് കേട്ടല്ലോ. അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കണേ? കറണ്ട് സെൻസിറ്റീവ് ടു മൂവിങ് കോയിൽ ഗാലനോമീറ്റർ ഇസ് 5 ഡിവിഷൻസ് മില്ലി ആംപിയർ പെർ മില്ലി ആംപിയർ. അതായത് 1 മില്ലി ആംപിയറിനെ കാണിക്കാൻ 5 ഡിവിഷൻ വരെയാണ് അതിൻ്റെ പോയിൻ്റർ നീങ്ങാന്ന്. ആൻഡ് ഇറ്റ്സ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഈസ് 20 ഡിവിഷൻസ് പെർ വോൾട്ട് ആണ് കേട്ടോ. പെർ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1 വോൾട്ടിന് അത് 20 ഡിവിഷൻ വരെയാണ് ചാടുക, അതായത് പോയിന്റ്. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് ഓഫ് ദി ഗാലനോമീറ്റർ എന്താണെന്നാണ് ചോദ്യം. വളരെ സിമ്പിളാണ് ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ പ്രോപ്പർലി. ആദ്യത്തെ നമുക്ക് നോക്കാം. അപ്പോൾ കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? തീറ്റ ഡിവൈഡ് ബൈ അല്ലെങ്കിൽ 5 ഡിവൈഡ് ബൈ I, ദറ്റ് ഈസ് എമൗണ്ട് ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് ദ സ്പ്രിംഗ് ഡിവൈഡ് ബൈ ഒന്ന് വൃത്തിയിൽ എഴുതാം, ഡിവൈഡ് ബൈ കറണ്ട് അല്ലേ. അപ്പോൾ നമുക്കതിലേക്ക് തന്നെ പോകാമല്ലോ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 5/I എത്രയാണ്? 5 ഡിവിഷൻസ് പെർ മില്ലി ആംപിയർ എന്നാണ് തന്നിരിക്കുന്നത്, റൈറ്റ്. അതേമാതിരി വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്താണ്? 5 ഡിവൈഡഡ് ബൈ V. അത് എത്രയെന്ന് തന്നിട്ടുണ്ട്? 20 ഡിവിഷൻസ് പെർ വോൾട്ടാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് വോൾട്ട് പ്രത്യേകം പറയുന്നത്? ഇവിടെ മില്ലി ആംപിയർ, ഇവിടെ വോൾട്ടാണ്. അപ്പോൾ എനിക്ക് ഇതിനെ മില്ലി വോൾട്ടായിട്ട് എഴുതായിരിക്കും നല്ലത് അല്ലേ. മില്ലി വോൾട്ടായിട്ട് എഴുതിക്കണം, ഡിനോമിനേറ്റർ അല്ല വോൾട്ട്. മില്ലി വോൾട്ട് ആക്കണമെങ്കിൽ എന്താ? 10⁻³ എന്ന് വരും അല്ലേ. 10⁻³ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ? 20 × 10⁻³ ഡിവിഷൻസ് പെർ മില്ലി വോൾട്ട്, റൈറ്റ്. ഇത്രയാണ് മില്ലി വോൾട്ടിലേക്ക് കാണുമ്പോൾ. ഇനി നിങ്ങളോട് ചോദിച്ചുള്ള റെസിസ്റ്റൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടോ? ഇത് 2 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 5 ഡിവൈഡഡ് ബൈ I ഹോൾ ഡിവൈഡ് ബൈ 5 ഡിവൈഡഡ് ബൈ V എന്ന് പറഞ്ഞാൽ എന്താ? V/I. ഈ V/I എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്, സോ R അല്ലേ. അപ്പോൾ വിൻ്റെ സ്ഥലത്ത് അപ്പോൾ നമ്മൾ എന്താ? 5/I. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ 20 × 10⁻³ പിന്നെന്താ? 5000 ഡിവൈഡ് ബൈ 20, 500 ഡിവൈഡ് ബൈ 2, 250 ഓം നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഈസി അല്ലേ? ആണ്. ഇനി ഇങ്ങനത്തെ സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നല്ല കാര്യം. അപ്പോൾ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ NBA വെച്ചിട്ടുള്ള ഇക്വേഷൻ കൊണ്ടുവന്ന് എഴുതി കഴിഞ്ഞാൽ നടക്കൂല കേട്ടോ. സോ ഏത് ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ട്രിക്ക്. ക്ലിയർ? സോ മൂവിങ് ഓൺ. ഇനി ഗാലനോമീറ്റർ ഓഫ് റെസിസ്റ്റൻസ് 95 ഓം shunted by a resistance of 50 ohm 50 gives deflections of 50 divisions when joined in series with a resistance of 20 kilo ohm and a 2-volt battery. What is the current sensitivity of the galvanometer? ഇങ്ങനെ സർക്യൂട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ഗാലനോമീറ്റർ ഉണ്ടെന്ന് അല്ലേ. പാരലായിട്ട് ഷണ്ടായിട്ട് 5 ഓം എന്നല്ലേ ഇങ്ങനെ. ഗാലനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എത്ര? 95 ആണ് കേട്ടോ. ഞാൻ 45 എഴുതിയ മാതിരിയുണ്ട്. 95 ആണ്. ഷണ്ടിൻ്റെ റെസിസ്റ്റൻസ് 50 അല്ല കേട്ടോ, 5 ഓം ആണ് കേട്ടോ. 5 ohm gives the deflections of 50 divisions when joined in series with the resistance of 20 kilo ohm. Right? And a 2-volt battery ഞാൻ ഇവിടെ എഴുതിയില്ല. 2-volt battery has been connected. What is the current sensitivity എന്നാണ് ചോദ്യം. ഇനി ഇത് നീറ്റിൽ ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് ലോജിക്ക് മാത്രമേ ചിന്തിക്കാനുള്ളൂ. നിങ്ങളോട് ചോദിച്ചിട്ടുള്ള കറണ്ട് സെൻസിറ്റിവിറ്റി അല്ലേ. കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള എന്താ നിങ്ങളോട് ചോദിച്ചിട്ടുള്ള സെക്കൻഡ് വൺ 5 ഡിവൈഡഡ് ബൈ I അല്ലേ. എമൗണ്ട് ഓഫ് ഡിഫ്ലക്ഷൻസ് ഡിവൈഡഡ് ബൈ കറണ്ട്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഡിഫ്ലക്ഷൻ എത്രയാണ്? 50 ഡിഫ്ലക്ഷനാണ് തന്നിട്ടുണ്ട്. അപ്പോൾ 5 നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് തരാത്തത്? I ആണ് പ്രശ്നക്കാരൻ. അപ്പോൾ കറണ്ട് സർക്യൂട്ടിൽ കൂടെ കറണ്ട് കണ്ടുപിടിച്ചാൽ അറിഞ്ഞല്ലോ. അപ്പോൾ ഇത് കറണ്ടാണ്, ഇതിൽ കൂടെ വരുന്ന കറണ്ടാണ് ചോദിക്കണല്ലേ I. അപ്പോൾ ഇവിടെ G കൂടെ പോയി കഴിഞ്ഞാൽ എന്താ? IG പോയി. പിന്നെ ഇത് കൂടെ എന്തായിരിക്കും? I - IG അല്ലേ. ഇനി ഇത് രണ്ടും മീറ്റ് ചെയ്തിട്ട് ഇത് കൂടെ ഇപ്പോൾ പോകണം തന്നെ I എന്നല്ലേ വരിക അല്ലേ. IG + I - IG എന്നല്ലേ ഇത് കൂടെ പോകുക. ഇത് കൂടെ 20 കിലോ ഓം കൂടെ. സോ 20 കിലോ ഓം കൂടെ എത്ര കറണ്ട് പോണേ? I. അപ്പോൾ എനിക്ക് വോൾട്ടേജ് അക്രോസ് ഈ 20 കിലോ ഓം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ കറണ്ട് കണ്ടുപിടിച്ചൂടെ, റൈറ്റ്. ഇനി ഒരു ചെറിയ കാര്യം അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അപ്പോൾ ഈ 5 ഓമിൻ്റെ വലിയ കാര്യമൊന്നുമില്ലേ എന്ന്.
ശരിക്കും കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഈ എൻറ്റയർ സർക്യൂട്ടിനെ ഞാൻ നിങ്ങൾക്ക് കറണ്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറണ്ട് എന്നല്ലേ പറയാം. അപ്പോൾ ടോട്ടൽ കറണ്ട് എന്താ, ഗിവൺ വോൾട്ടേജ് അത് നിങ്ങൾക്കറിയാം 2 വോൾട്ട് ഡിവൈഡഡ് ബൈ R ഇക്വലൻ്റ് ചെയ്താൽ മതി അല്ലേ. അല്ലേ, അപ്പോൾ ഈ റെസിസ്റ്റൻസിൻ്റെ സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരെ പാരലല് ഇയാൾക്ക് സീരീസ് ആണ് അല്ലേ. 5 ഓം ഗാലോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എത്ര തന്നിട്ടുണ്ട്, 95 ഓം അല്ലേ. അത് 20 കിലോമിന്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. 95 ഓമും 5 ഓമും പാരലായി കഴിഞ്ഞാൽ എത്ര ഉണ്ടാവുക, 195 അല്ലേ. R1 കാണില്ലേ, R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. അപ്പോൾ 95/20 9.5/2. അപ്പോൾ 4 പിന്നെ എത്ര വരിക, 8 15 4.75 എന്ന് വരും. അത് നിങ്ങൾക്ക് അറിയണമായിരിക്കും അല്ലേ. 4.75 ഓമാണ് ഇതിന് ഇക്വലൻ്റ്. 20 കിലോ ഓമാണ് വരുന്നത് അല്ലേ. 20 കിലോ ഓം എന്ന് പറഞ്ഞാൽ എത്ര, ഇനി 3 0 ഇടണം അല്ലേ. ഇതിലേക്ക് 4.75 ഇടുമ്പോൾ വല്ല വ്യത്യാസം ഉണ്ടോ വാല്യൂവിൽ, ജസ്റ്റ് വെരി വെരി ഫ്രാക്ഷൻ ഓഫ് വാല്യൂ അല്ലേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ കറണ്ടിൻ്റെ ഇക്വേഷനിൽ വിൻ്റെ സ്ഥലത്ത് 2 വോൾട്ട് ഇടുക, R ഇക്വലൻ്റെ സ്ഥലത്ത് 20,000 ഇടുന്നതും 20,000 4.75 എഴുതിയാലും വലിയ വ്യത്യാസം ഉണ്ടാവുമോ, നോ റൈറ്റ്. സോ ഐ ക്യാൻ നെഗ്ലക്ട് ദിസ് മച്ച് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് because 20 kilo ohm is very very large compared to the equivalent resistance of this entire section. Clear? അപ്പോൾ ഞാൻ ആ ഭാഗം ഒഴിവാക്കിയിട്ട് ഐ എം ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് ജസ്റ്റ് ദ വാല്യൂ ഓഫ് 20 kilo ohm ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് കറണ്ട്. ക്ലിയർ? അപ്പോൾ ഐ എന്ന് പറഞ്ഞിടത്ത് ഞാൻ വീണ്ടും അവിടെ 2 എന്ന് എഴുതും, 6 സ്ഥലത്ത് ഞാൻ എന്ത് എഴുതും, 20,000 എന്ന് എഴുതും. ക്ലിയർ ആവുണ്ട് ചോദിക്കുന്നത്, റൈറ്റ്? ഓർ സോ 2 divided by 2 into 10 to power 4, or it is 1 into 10 to power minus 4 ampere. ക്ലിയർ ആവുന്നു വിചാരിക്കുന്നു, റൈറ്റ്? റൈറ്റ്. അപ്പോൾ ഇത്രയും ആംപിയർ ആണ് ഒഴുകുന്നത്. ഇനി കറണ്ട് സെൻസിറ്റിവിറ്റി നിങ്ങൾക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എന്താ കറണ്ട് സെൻസിറ്റിവിറ്റി, ഫൈ എത്രയാണെന്നുണ്ട്, 50 ഡിവിഷൻസ് ഡിവൈഡഡ് ബൈ ഐ എന്താ 1 into 10 to power minus 4. അപ്പോൾ എത്ര വരിക, 50. ഇനി നിങ്ങൾക്ക് ആൻസർ ഡിവിഷൻസ് പെർ മൈക്രോ ആംപിയർ ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. മൈക്രോ ആക്കണം എന്ന് പറഞ്ഞാൽ താഴെ ഡിനോമിനേറ്ററിൽ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, മുകളിൽ -2 അല്ലേ, എന്നാലേ മൈക്രോ ആംപിയർ ആവുള്ളൂ. അപ്പോൾ എന്തായിരിക്കും 0.5 അല്ലേ, ഡിനോമിനേറ്റർ 10 to power -6 ആയില്ലേ. ഇപ്പോൾ ഇൻറ്റു 10 to power അല്ലേ, അത് 10 to power 7 അല്ലേ. ഇനി എന്താ 0.5 ഡിവിഷൻസ് പെർ മൈക്രോ ആംപിയർ. എങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായോ? ഒന്നുകൂടി നോക്കിയേ. ഈ കാൽക്കുലേഷൻ മനസ്സിലായിട്ടോ. നമുക്ക് ഉത്തരം പറഞ്ഞിട്ടുള്ളത് ഇൻ ഡിവിഷൻസ് പെർ മൈക്രോ ആംപിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആൻസർ ഇവിടെ 10 to power -4 എന്നാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ എനിക്ക് 10 to power -6 ആക്കണമെങ്കിൽ എന്താ ഇൻറ്റു 10 to power -2 ചെയ്യണം. അപ്പോൾ മുകളിലും ചെയ്യേണ്ടി വരും. മുകളിൽ ചെയ്ത് കഴിഞ്ഞാൽ 0.5 വരെ ഉണ്ടാവുള്ളൂ. സോ 0.5 ഡിവിഷൻസ് പെർ മൈക്രോ ആംപിയർ.